ഈ പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് തരുമോ, ഏതാണ് ആപ്ലിക്കേഷൻ, ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ അല്ല, മറിച്ച് നമ്മളുടെ ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ വെബ്സൈറ്റ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് നമുക്കൊരു ആപ്പ് പോലെ ഒരു ഐക്കണായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ആഡ് ചെയ്ത് വെച്ച സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അല്ലാതെ ഇതിനൊരു ആപ്പ് ഇല്ല, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഒരു ഔദ്യോഗിക ആപ്ലിക്കേഷൻ അല്ല. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള കെൽട്രോൺ തന്നെയാണ് ഈ ഒരു പ്രവാസി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഇവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ല. മറ്റുള്ള അപേക്ഷകൾക്കൊന്നും ഇതിൽ സാധിക്കില്ല. അത് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനൊന്നും സാധിക്കാത്തത്. അപ്പോൾ പിന്നീട് ആളുകൾ ചോദിച്ചൊരു സംഭവമാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും, ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ഐക്കൺ പോലൊരു സാധനം കിടക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്താണ്, വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു ഹോം സ്ക്രീനിലേക്ക് ഒരു ഐക്കൺ നമ്മൾ എളുപ്പം ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഒരു ഐക്കൺ ആഡ് ചെയ്ത് വെച്ചതാണ്, ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് വെച്ചത്. അത് നിങ്ങൾക്കും ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പല ആളുകൾക്കും ഇതേപോലെ ചെക്ക് ചെയ്യുമ്പോൾ എറർ എന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൈസ അടക്കാൻ പറ്റുന്നില്ല, അപ്പോഴൊക്കെ എറർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എറർ എന്ന് കാണിക്കുന്നുള്ളവർ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബ്രൗസർ ഒന്ന് ക്ലിയർ അടിക്കുക. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസർ വഴിയായിരിക്കും ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. ഇനി ഇത് ക്ലിയർ അടിച്ചിട്ടും ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രൗസറും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോണിൽ ഈ സാംസങ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഉണ്ട്, അതുപോലെ നമ്മളുടെ ഗൂഗിൾ ക്രോം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ടിലും കൂടിയാണ് മാറി മാറി ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഐക്കൺ സാംസങ് ഇൻ്റർനെറ്റിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഹോം സ്ക്രീൻ ഐക്കൺ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോം സ്ക്രീൻ ഷോർട്ട് കട്ടും ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹോം സ്ക്രീനിലേക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രവാസി പെൻഷൻ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ലോഗിൻ വെബ്സൈറ്റ് ഇവിടെ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, മുകളിൽ കാണിക്കുന്ന ഈ ഒരു 3 ഡോട്ടിലൊന്ന് വരിക. 3 ഡോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഇൻസ്റ്റാൾ ആൻഡ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നാണ് വരിക. ഇനി മറ്റുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇൻസ്റ്റാൾ ആൻഡ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണോ പേര് എഴുതി വെക്കുന്നത് നമുക്കിവിടെ കസ്റ്റമായിട്ട് പേര് എഴുതി വെക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ലോഗിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ പ്രവാസി വെൽഫെയർ എന്ന് കൊടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിലേക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഷോർട്ട് കട്ട് ലോഗോ ആഡാവും. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലൊരു ലോഗോ, ഒരു ഷോർട്ട് കട്ട് ഇവിടെ സ്ക്രീനിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകും. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വിക്ക് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് പൈസ അടക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഒരു ഐക്കൺ ആഡ് ചെയ്ത് വെക്കേണ്ടത്. നിങ്ങളത് ഒരിക്കൽ ആഡ് ചെയ്ത് വെച്ച് നമുക്കത് എപ്പോഴും ഉപയോഗിക്കാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലോട്ട് കയറി വരും. പിന്നെ നമുക്കിവിടെ യൂസർ നെയിം പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും.